ഇനി നമ്മൾ ക്ലാസസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസിനെയും ആൻസേഴ്സിനെയും രണ്ട് സെപ്പറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചേക്കാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇൻഡെക്സും ഈക്വൽ സെയിം ഇൻഡെക്സിൽ വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റും റോങ്ങും ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ആക്ച്വലി ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ഉണ്ട്. ബിക്കോസ് നമ്മൾ വലിയൊരു 10, 150, 200 ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരേ ഇൻഡെക്സിൽ നമ്മുടെ ട്രൂവും ഫോൾസും ഒക്കെ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളാവും നമുക്ക് തന്നെ അറിയാം. അപ്പം അവിടെ ആണ് നമ്മുടെ ക്ലാസ്സസ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്, അതിലോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആക്കാൻ പോവാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ക്ലാസ്സസ് എന്ന് പറയുമ്പോഴേക്കും എന്താണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ബിക്കോസ് ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ നമുക്കതിന് ആൻസറും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരിക്കലും കൺഫ്യൂസിങ് ആയിരിക്കില്ല. അതായത് ഇതേപോലെ രണ്ട് സെപ്പറേറ്റ് ലിസ്റ്റിൽ ക്വസ്റ്റ്യനും ആൻസറും കൊടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഒരു ലിസ്റ്റിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യനും കൊടുക്കാം, ആൻസറും കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ഇവിടെ കൊടുക്കാം. അപ്പം നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ എറർ ഉണ്ടാവാനും ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലിബ് ഫോൾഡറിലാണ് നമ്മുടെ main.dart ഫയൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലോട്ട് അടുത്ത ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് ന്യൂ കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ കൊടുക്കുക. അതിന് ശേഷം ഒരു ഡാർട്ട് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ക്വസ്റ്റ്യൻ എന്ന് നെയിം കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ question.dart എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ക്ലാസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് നെയിമാണ്. അപ്പോൾ ഒരു ക്ലാസ് നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ആ ഒരു ക്ലാസ് നെയിം തുടങ്ങാനായിട്ട് കേട്ടോ. ഓക്കെ, ക്ലാസ് നെയിം കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 കേളി ബ്രേസ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ക്ലാസ്സിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ആക്ച്വലി 2 പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് 2 പ്രോപ്പർട്ടി. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്നുള്ളത് ഒരു സ്ട്രിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു നെയിം കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്നാണ് ഞാനിവിടെ നെയിം കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ആ ഒരു ആൻസർ പ്രോപ്പർട്ടി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ എന്നുള്ളത് ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പാണ്. സോ ഞാൻ ഇവിടെ ബൂൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിന് ഞാനിവിടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം ഞാനിവിടെ കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എറർ ആക്ച്വലി 2 എറേഴ്സ് കാണിക്കുന്നുണ്ട് 2 പ്രോപ്പർട്ടീസിലും. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വാല്യൂസ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് മുന്നായിട്ട് ലേറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യാണ്. ഈ ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ എററും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രോപ്പർട്ടീസ് രണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം. ആ കൺസ്ട്രക്ടർ വഴി നമുക്കൊരു ക്വസ്റ്റ്യനെയും അതേപോലെ തന്നെ ആൻസറിനെയും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺസ്ട്രക്ടറിനെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസ്സിനെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് 2 ബ്രേസസ് ആഡ് ചെയ്യാം. അതിനുള്ളിൽ 2 കേളി ബ്രേസസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡാറ്റ ആയിട്ടുള്ള ഒരു സ്ട്രിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിന് നമ്മളുടെ ക്യൂ എന്ന് പറഞ്ഞ് കൊടുക്കണം. നമ്മൾ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ ഒരു ക്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആൻസറിനെ ആയിട്ട് നമ്മൾ ബൂൾ ഡാറ്റ കൊടുക്കുന്നു. അതിൽ നമ്മൾ എ എന്ന് പറഞ്ഞും കൊടുക്കുന്നു. ഓക്കെ, ഈ 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ആക്ച്വലി ഒരു ഇൻപുട്ടാണ്. ആക്ച്വലി ഇൻപുട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ആൻസറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി 2 ഇറേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വിസ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ കൺസ്ട്രക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ബ്ലാങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എറർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസ്ട്രക്ടറിൽ നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും റിക്വയർഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇപ്പൊ ഈ ഒരു ചെറിയൊരു ബൾബ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് റിക്വയർഡ് കീവേഡ് എന്ന് കാണിക്കുന്നുണ്ട്.
ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ടറിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന്റെ തൊട്ട് മുന്നായിട്ട് ഞാൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുക്കുവാണ്. ഓൾസോ നമ്മുടെ ഒരു ആൻസറിന്റെ മുന്നിലായിട്ടും ഞാൻ റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് ഫീൽഡുകളും, ഈ ക്വസ്റ്റ്യൻ ഫീൽഡും ആൻസർ ഫീൽഡും റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു കൺസ്ട്രക്ടർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ക്യൂവിന്റെ വാല്യൂ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിന്റെ രണ്ട് വാല്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു വേരിയബിളിനെ നമ്മുടെ ആ ഒരു കൺസ്ട്രക്ടറിലെ ക്യൂ ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ, ഓൾസോ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ വിച്ച് ഇസ് ഈക്വൽ ടു എ എന്നും പറഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്നുള്ള കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നതായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം കൊടുത്തു. നമ്മൾ അതിനകത്തേക്ക് രണ്ട് പ്രോപ്പർട്ടി ആഡ് ചെയ്തു, ക്വസ്റ്റ്യൻ ടെക്സ്റ്റും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും ആഡ് ചെയ്തു. ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ടർ, ഇതിനെ ആക്ച്വലി പറയുന്നത് കൺസ്ട്രക്ടർ എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു, അതുവഴി നമുക്കൊരു സ്ട്രിങ്ങിനെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യനെയും ഇവിടെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഒരു ആൻസറിനെയും കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ക്യൂവും എയും നമ്മൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലോട്ടും ക്വസ്റ്റ്യൻ ആൻസറിലോട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഡോട്ട് ആർട്ടിലോട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകണം. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഡോട്ട് ആർട്ടിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം നമുക്കൊന്ന് നോട്ടിലോട്ട് നോട്ടാക്കി മാറ്റാം. അപ്പോൾ ഒരു ഫോർവേഡ് / നമുക്കൊന്ന് അടിച്ചിട്ട് ഇതിനെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിവിടെ ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മുടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്ട്സിനെ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും, ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സിമ്പിൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസ്സിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ടല്ലേ, ബിക്കോസ് നമ്മുടെ മെയിൻ ഡോട്ട് ആർട്ടിന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഈ ഒരു ഡാറ്റ് ഫയലിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡോട്ട് ഡാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിനെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ എററിന് പകരം ഒരു ബൾബ് ബട്ടൺ ഉണ്ട്. ആ ഒരു ബൾബിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എഴുതുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ലൈബ്രറിനെ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇമ്പോർട്ട് ആവും. നമുക്ക് എന്തായാലും മുകളിൽ പോയിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഡോട്ട് ഡാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയലിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഡോട്ട് ഡാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈബ്രറിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എററും കാര്യം മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡാറ്റ ടൈപ്പ് ഞാൻ ഇവിടെ അടിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഒബ്ജക്റ്റിന് ഞാനിപ്പോൾ ഒരു Q1 എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഈക്വൽ കൊടുക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ വേരിയബിൾ നെയിമായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ നമ്മുടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും ആൻസറും ബിൽഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ടർ ഇതായിരുന്നു, ക്വസ്റ്റ്യൻ എന്നായിരുന്നു. അപ്പൊ അതിന് ഞാൻ ക്വസ്റ്റ്യൻ എന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. മനസ്സിലായില്ല? അപ്പൊ ആദ്യം തന്നെ നമുക്കിവിടെ കൺസ്ട്രക്ടറിന്റെ ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള ഒരു ഫീൽഡും ആൻസർ കൊടുക്കാനുള്ള ഒരു ഫീൽഡും വന്നിട്ടുണ്ട്. റിക്വയർഡ് ആയിട്ട് കൊടുക്കേണ്ട ഫീൽഡ്സ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇതിലോട്ടേക്ക് കോപ്പി ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആൻസർ ആയിട്ടുള്ള ഫാൾസ് എന്നുള്ളതും ഞാൻ ഇതിലോട്ട് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്കൊരു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അതായത് നമ്മുടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യനെയും ആൻസറിനെയും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ക്ലാസ് യൂസ് ചെയ്തിട്ട്, അല്ലെ? സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കോൾ ചെയ്യണമെന്ന് വിചാരിക്കാം. എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ഒന്ന് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ പ്രിന്റ് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്വസ്റ്റ്യനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ റെപ്രസെന്റ് ചെയ്താൽ മതി. അതായത് ഈ ഒരു Q1 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റ് ഡോട്ട്
ഇപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആണ് വേണ്ട, ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതേപോലെ റെപ്രസെന്റ് ചെയ്താൽ മാത്രം മതി, എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി, എനിക്ക് അതിന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു ലിസ്റ്റിന്റെ ഉള്ളിലോട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലിസ്റ്റിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ക്ലാസ് ആണ്. ഈ ഒരു ഡാറ്റ ടൈപ്പ് ആണ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡാറ്റ ടൈപ്പ് ആണ് നമ്മുടെ ആ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലോട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ലിസ്റ്റിന് ഒരു പേര് കൊടുക്കുവാണ്. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പേര് ഞാൻ കൊടുക്കുവാണ്. നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി ഇതിന്റെ ഉള്ളിലോട്ട് നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡാറ്റാസിനെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടറിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു കൺസ്ട്രക്ടർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റ് നമ്മുടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഈ സ്ട്രിംഗ് മൊത്തമായിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യന്റെ ആ ഒരു സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ആൻസർ ആണ്, നമ്മുടെ ഫാൾസ് ആണ്. സോ ഞാനിവിടെ നമ്മുടെ ഫാൾസിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു, ആൻസറിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു കോമ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ 5 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റിനെയും നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ടർ കൊടുക്കുന്നു, നമ്മുടെ ക്വസ്റ്റ്യനെ കോപ്പി ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആൻസറിനെ നമ്മൾ പേസ്റ്റ് ചെയ്യാണ്. അതിനെ കുറച്ചൊന്ന് വലുപ്പമാകാം. ഓക്കെ, അതിൻ്റെ ആൻസർ ആക്ച്വലി ഒരു ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു 5 ഒബ്ജക്ട്സിനെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് എറേഴ്സും കാര്യങ്ങളൊക്കെ താഴെ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ലിസ്റ്റിലെ 0 ഇൻഡെക്സിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് നമ്മുടെ ഈ ഒരു സ്ക്രീനിലോട്ട് വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലിസ്റ്റ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും ഉണ്ട്, ഒരു ആൻസറും ഉണ്ട്. രണ്ടും കൂടി ഒരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റിന്റെ ഉള്ളിലുണ്ടല്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ആണ് എടുക്കേണ്ടത് എങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് കൊടുക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലെ ഇൻഡെക്സ്, ആ ഒരു ഇൻഡെക്സ് നമ്പർ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ ഇപ്പോൾ 0 ആണ് കറന്റ്. അപ്പോൾ 0ത്തിലെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ് നമുക്ക് ഇവിടെ ഷോ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഡോട്ട്, ഇപ്പോൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എനിക്ക് ഇതിനകത്തേക്ക് കോൾ ആവുന്നതാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇനി എനിക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആൻസേഴ്സിനെയാണ് എനിക്ക് ഇവിടുന്ന് ഫെച്ച് ചെയ്ത് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മൾ ആ ഒരു ലിസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് തന്നെ കൊടുക്കുക. ക്വസ്റ്റ്യൻ ബാങ്കിലെ ഇൻഡെക്സ് നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻഡെക്സ് നമ്പറിൽ ഡോട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ Q ആണ്, ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ A ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ Q ആണ്, ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനെയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിനെയും ഈ ഒരു രീതിയിൽ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓൾസോ നമ്മുടെ അടിയിൽ വേറെ ഒരു ഇതും കൂടിയുണ്ട്. ഇവിടെ നമ്മുടെ ആൻസറിനെ ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ, ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെയാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഇപ്പോൾ കറന്റ് 0 ആണ്. അതിലെ ഡോട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണ്, ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻസർ ആണ് നമുക്ക് അവിടെ ഫെച്ച് ചെയ്ത് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഡാറ്റാസിനെയും കാര്യങ്ങളെയും കോൾ ചെയ്തത്. റൺ ചെയ്തിട്ട് ഒന്ന് ബാക്കി സംസാരിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഒരു എറർ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പം ആക്ച്വലി അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടോപ്പിലോട്ടാക്കാം. ബിക്കോസ് നമ്മുടെ കോഡ് റൺ ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങോട്ടാക്കാം.
ഓൾസോ ഇവിടെ നമുക്കൊരു സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു കൺസോളും നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി മാറ്റം വരുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു രണ്ട് ലിസ്റ്റ്, ക്വസ്റ്റ്യൻ ലിസ്റ്റും ആൻസർ ലിസ്റ്റും നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരൊറ്റ ലിസ്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒബ്ജക്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരൊറ്റ ഒരു സിംഗിൾ ഒബ്ജക്റ്റിൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനും ഉണ്ട് ആൻസറും ഉണ്ട്, രണ്ട് കാര്യങ്ങളും ഒറ്റ ഒന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് ട്രൂ കൊടുക്കാൻ പോവാണ്. ഓക്കെ സോ യു ആർ റോങ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെയും ട്രൂ കൊടുക്കുവാണ്. യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്, യു ആർ അവസാനത്തെ ആൻസർ റോങ് ആണ്. ഓക്കെ സോ എന്താണെങ്കിലും പ്രോപ്പറായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. ഇന്ന് ഹോട്ട് റീലോഡ് ചെയ്യാം, ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഇത് എങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇതൊന്ന് എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനും ആൻസറും എടുത്തത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും കൺസ്ട്രക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി ഒട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ പറയുക. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഓക്കെ ഇത് എല്ലാം തന്നെ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ ഇതിപ്പം ക്ലാസ്സസ് ആണ്, ക്ലാസിന്റെ ഉള്ളിലെ പ്രോപ്പർട്ടീസ് ആണ്. ഇത് ആ ഒരു പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ ആ ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ഈ ഒരു സംഭവം. ഓക്കെ ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇതിനുള്ളിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ആൻസറും ഉണ്ട്. ഓക്കെ അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ്. ഇപ്പം നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ്, ഈ ഒരു ടെക്സ്റ്റിന്റെ സ്ഥലത്ത് എനിക്ക് കിട്ടേണ്ടത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ടെക്സ്റ്റ് ആണ് അല്ലേ. എനിക്കൊരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങോട്ട് കിട്ടേണ്ടത്, എനിക്ക് ആൻസറിന്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനെ തന്നെ ആദ്യം കൊടുക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനെ ഇവിടെ ആദ്യം ഇടുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് വേണ്ടത്, അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പൊ 0 ഇൻഡെക്സിലാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സിനുള്ളിൽ നമ്മൾ ആ ഒരു ഇൻഡെക്സ് മെൻഷൻ ചെയ്യാം. ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയബിളിൽ നമ്മുടെ ആ ഒരു ഇൻഡെക്സ് നമ്പർ 0 ആണ്. സോ ഇവിടെ 0 വന്നു. ഓക്കെ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇൻഡെക്സ് നമ്പർ 0 എന്ന് പറയുമ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ കംപ്ലീറ്റ് ലൈൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യനും ഉണ്ട് ആൻസറും ഉണ്ട്. അപ്പൊ ഇതിലെനിക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ്, അതായത് ക്യൂ എന്നത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അതായത് ഇവിടെ കൊടുക്കുന്ന സാധനമാണ് ഇവിടേക്ക് വരുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും നമ്മുടെ ആ ഒരു ഇൻഡെക്സ് ഡോട്ട് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇതിനകത്തേക്ക് കിട്ടും. ഓക്കെ ഇനി എനിക്ക് ഇവിടെ ആൻസർ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ബട്ടൺ ആണ് ആക്ച്വലി. അപ്പൊ ഇവിടെ എനിക്ക് ആൻസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഡോട്ട് ക്വസ്റ്റ്യൻ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഇൻഡെക്സ് നമ്പർ, ഇപ്പൊ നമ്മുടെ വേരിയബിൾ ഉള്ള കറന്റ് ഇൻഡെക്സ് നമ്പർ ആണത്. അത് ഡോട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ആൻസർ ഇവിടേക്ക് കിട്ടുന്നതാണ്. ബേസിക്കലി ആദ്യം നമുക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഇൻഡെക്സിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞു അതിന്റെ ഒരു ഇൻഡെക്സ് നമ്പർ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും കിട്ടും, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റും കിട്ടും. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ ക്ലാസ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു, ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാനായിട്ട് പഠിച്ചു, ഓൾസോ നമ്മളൊരു കൺസ്ട്രക്ടർ എന്താണെന്നുള്ള കാര്യം പഠിച്ചു. ഇനി ഈ ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യനും ആൻസറും ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതിനെ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലോട്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ലിസ്റ്റിന്റെ ഉള്ളിലോട്ട് നമ്മൾ ആക്കി. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ലിസ്റ്റിനെ നമ്മൾ കോൾ ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റും ക്വസ്റ്റ്യൻ ആൻസറും സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്യാനായിട്ടും നമ്മൾ പഠിച്ചു.